ഈ വെള്ളത്തിൽ ചെറു ചൂടിൽ ഒരു ടവൽ മുക്കി ഇതിൻ്റെ ഒരു ആവി നമുക്ക് വേദന എവിടെയാണോ, നടുവിനാണോ കൈക്കാണോ എവിടെയാണോ വേദന ഉള്ളത് ആ ഭാഗത്തേക്കൊന്ന് ആവി പിടിച്ചു കഴിഞ്ഞാൽ നല്ലതുപോലെ മാറ്റുന്ന ഒരു മരുന്നാണിത്. നിങ്ങൾക്ക് എവിടെയാണോ വേദന ഉള്ളത് അവിടേക്കൊന്ന് ആവി പിടിക്കുക, നല്ല റിസൾട്ട് കിട്ടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നമ്മുടെ വീഡിയോയിലോട്ട് പോയേക്കാം. ഹായ്, എൻ്റെ എല്ലാ ഫോളോവേഴ്സിനും വെൽക്കം. ഇന്ന് ഞാൻ നമ്മുടെ നടുവേദന, നീർവീക്കം അതിനെ പറ്റിയ ചെറിയൊരു ടിപ്പുമായിട്ടാണ് വന്നിരിക്കുന്നത്. ചെറിയൊരു മരുന്നാണ് കേട്ടോ. നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. അതിനു മുമ്പ് ഫ്രണ്ട്സ്, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യുക. അതുപോലെ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്കൊട്ടും താമസിക്കാതെ നമ്മുടെ വീഡിയോയിലോട്ട് പോയേക്കാം. നമ്മൾ വെള്ളം വെച്ചിട്ടുണ്ട്. നമുക്കിതിനാവശ്യമായിട്ട് 2 or 3 ലിറ്റർ നമുക്ക് വെള്ളം ആവശ്യമുണ്ട്. അപ്പോൾ അതനുസരിച്ച് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി വെള്ളം നല്ലപോലെ തിളയ്ക്കണം. നമുക്ക് തിളയ്ക്കുന്നതോടെ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ആവശ്യമായിട്ട് വേണ്ടത് മുരിങ്ങയില വേണം. അത് 1 പിടി മുരിങ്ങയിലയും അതുപോലെ തന്നെ 1 പിടി പുളിയിലയും കൂടെ നമുക്ക് വേണം. ഇത് രണ്ടും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കണം. അപ്പം വെള്ളം തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പുളിയില ഇട്ട് കൊടുക്കാം. കാരണം മുരിങ്ങയില പെട്ടെന്ന് വാടി കിട്ടും. അപ്പം ആദ്യം നമ്മൾ തന്നെ പുളിയില ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം പുളിയില ഇങ്ങനെ വാടി നല്ലപോലെ ഇതാക്കി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് നമ്മുടെ മുരിങ്ങയിലയും കൂടി ഇട്ട് കൊടുക്കാം. നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മുരിങ്ങയില ഇടാം. ഈ ഇലകളുടെ സാരം വെള്ളത്തിൽ ഇറങ്ങുന്നത് വരെ നമുക്ക് തിളപ്പിച്ചെടുക്കണം. നല്ല എഫക്റ്റുള്ളൊരു മരുന്നാണ് കേട്ടോ. നല്ല റിസൾട്ട് കിട്ടും. നിങ്ങൾ എന്തായാലും നല്ലപോലെ ചെയ്ത് നോക്കണേ. അപ്പം ഇത് നല്ലപോലെ ഞാൻ ഒത്തിരി ഇതായതുകൊണ്ട് ഞാൻ പിന്നെ ഒന്ന് തവി വെച്ചൊന്ന് താഴോട്ടൊന്ന് മുക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് വേണ്ടതിന് കല്ലുപ്പ് വേണം. കല്ലുപ്പും കൂടെ ചേർത്ത് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇത് കല്ലുപ്പും ചേർത്ത് ഞാൻ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നല്ലപോലെ തിളപ്പിക്കാൻ വേണ്ടി വെക്കുന്നുണ്ട്. ഇത് നല്ലപോലെ ഇപ്പോൾ തിളച്ചിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ വെട്ടിത്തിളച്ച ഇലയുടെയും എല്ലാം ചത്തുകളെല്ലാം നമുക്ക് ആ വെള്ളത്തിലേക്ക് വരണം. അതുപോലെ കല്ലുപ്പും ചേർന്ന് നല്ലൊരു കൂട്ടായിട്ട് മിശ്രിതമായിട്ട് നമുക്ക് കിട്ടണം. അതുപോലെ നല്ലപോലെ വെന്ത് തിളപ്പിച്ച് നമുക്ക് ഇത് കൂട്ടെടുക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് നല്ലപോലെ തിളച്ച് കഴിയുമ്പോഴത്തേനും ചൂടാറിക്കഴിഞ്ഞ് നമുക്ക് നമ്മുടെ ശരീരത്ത് നമുക്ക് ചൂട് ആവി പിടിക്കണം. ശരീരത്തിന് പറ്റുന്ന ചൂട് നിങ്ങൾക്ക് കൊള്ളാൻ പറ്റുന്ന ചൂടാകുമ്പോൾ നിങ്ങളൊരു നല്ല കട്ടിയുള്ളൊരു ടവലെടുത്ത് ആ ടവല് വെള്ളത്തിലോട്ട് മുക്കിയിട്ട് നിങ്ങൾക്ക് എവിടെയാണോ വേദനയുള്ള ആ ഭാഗത്ത് നല്ലപോലെ ഒന്ന് ആവി പിടിച്ചു കൊടുക്കുക. ആ തുണി മുക്കി പിഴിഞ്ഞ് വെച്ചിട്ട് ആവി പിടിച്ചു കൊടുക്കുക. നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു മരുന്നാണ് കേട്ടോ. ദിവസം ഒരിക്കലെങ്കിലും ഒന്ന് ചെയ്ത് നോക്കുക. 3 അല്ലെങ്കിൽ 5 ദിവസം തുടർച്ചയായി ഇത് ചെയ്താൽ നല്ലൊരു ആശ്വാസം കിട്ടുന്ന ഒന്നാണ്. ഞാനിപ്പോൾ ചെയ്തപ്പോൾ നല്ല വ്യത്യാസം എനിക്ക് വന്നിട്ടുണ്ട്. ഒരു 3 ദിവസം കൊണ്ട് നല്ലൊരു റിസൾട്ട്, 2 ദിവസം കൊണ്ട് എനിക്ക് വ്യത്യാസം വന്നു. നല്ല മാറ്റമുണ്ട്. നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. ഒന്ന് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ള കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അപ്പോൾ ഓക്കേ.